വെൽക്കം ടു മെട്രോ സ്റ്റാർ പ്ലസ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരങ്ങളാണ് ജാസ്മിൻ ജാഫറും സിജോ ജോണും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ് ഇരുവരും ഷോയിലെത്തിയത്. തുടക്കം മുതൽ തന്നെ ചർച്ചയാകാൻ ഇരുവർക്കും സാധിച്ചു. ഹൗസിൽ വളരെയധികം തർക്കം പിടിച്ചിരുന്ന മത്സരാർത്ഥികളായിരുന്നു ഇരുവരും. ഷോ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഇരുവർക്കുമിടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ബിഗ് ബോസ് അവസാനിച്ചതിനു ശേഷം നല്ല സൗഹൃദമാണ് താരങ്ങൾ പുലർത്തുന്നത്. സിജോയുടെ വിവാഹ നിശ്ചയ ചടങ്ങുകൾക്കെല്ലാം സജീവമായി തന്നെ ജാസ്മിൻ പങ്കെടുത്തിരുന്നു. ഇതിന്റെ ഫോട്ടോകളും വീഡിയോകളും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറി. ഇപ്പോഴത്തെ പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് സിജോയും ജാസ്മിനും. ജാസ്മിൻ വിളിച്ചത് പ്രകാരം ഒരു ഫോട്ടോഷൂട്ടിനെ താൻ ജാസ്മിന്റെ അടുത്തേക്ക് പോവുകയാണെന്നാണ് വീഡിയോയുടെ തുടക്കത്തിൽ സിജോ പറയുന്നത്. അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിൽ ടൊവിനെയും കൃതി ഷെട്ടിയും ചേർന്ന് ചെയ്ത ഗാനരംഗം റീക്രിയേറ്റ് ചെയ്യുകയാണ് ലക്ഷ്യമെന്നും അതിനെ തന്നെ ജാസ്മിൻ വിളിക്കുകയായിരുന്നെന്നും സിജോ പറയുന്നുണ്ട്. പിന്നീട് ഇരുവരും വീഡിയോയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. എന്നാൽ പോകാൻ നേരം തന്റെ വാഹനം കുഴിയിൽ വീണെന്ന് സിജോ വീഡിയോയിൽ പറയുന്നുണ്ട്. വണ്ടി വളയ്ക്കാൻ നോക്കുന്നതിനിടയിൽ ഒരു ഓടയിലേക്ക് വാഹനത്തിന്റെ മുൻപിലെ വീൽ വീഴുകയായിരുന്നു. ഇതിനെക്കുറിച്ച് വളരെ രസകരമായ കമന്റുകളാണ് സിജു വീഡിയോയിൽ പറയുന്നത്. ജാസ്മിൻ മാൻഡ്രേക്കാണ്. ബിഗ് ബോസിൽ വെച്ച് ഞങ്ങൾ പറയാറുണ്ട്, ആർക്കെങ്കിലും പണി കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ശത്രു സംഹാര പൂജയൊന്നും നടത്തേണ്ട, നേരെ ജാസ്മിനെ വിളിച്ചിട്ട് എനിക്കൊരു ശത്രുവുണ്ട്, മുടിച്ചു കളയണമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കാര്യം നടക്കുമെന്ന്. ഷൂട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ജാസ്മിന് പനി പിടിച്ചു. പിന്നെ കാറ് തിരിച്ചെടുക്കുന്നതിനിടയ്ക്ക് കാറ് ജാമായ കുഴിയിൽ വീണു. ഒരു വീൽ കുഴിയിലേക്കാണ് വീണത്. ഷൂട്ട് ചെയ്യാൻ പോകുന്നതിനിടയിൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന കാർ ഒരു കല്ലിനിടിച്ചു എന്നാണ് തമാശ രൂപേണ സിജോ പറഞ്ഞത്. അതേസമയം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും തങ്ങൾ ആ വീഡിയോ രസകരമായി തന്നെ ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കിയതായി സിജോയും ജാസ്മിനും പറഞ്ഞു. അതിനിടയിൽ തങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു. ബിഗ് ബോസിൽ വെച്ച് വലിയ തരത്തിൽ അടി ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ദേഷ്യമൊന്നും അധികം നീണ്ടില്ലെന്നാണ് സിജോ പറഞ്ഞത്. വഴക്കിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ അടിയായിരിക്കും, പക്ഷെ വളരെ പെട്ടെന്ന് ഇവൾ പിണക്കം മറക്കും. ബിഗ് ബോസിൽ വൈരാഗ്യം മനസ്സിൽ വെക്കാതെ പെരുമാറുന്ന ആളായിരുന്നു ജാസ്മിൻ എന്നാണ് സിജോ പറഞ്ഞത്. അതേസമയം ഹൗസിൽ തങ്ങളുടെ കോംബോയെ ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്നാണ് ആരാധകർ പറയാറുള്ളതെന്ന് ജാസ്മിനും പറഞ്ഞു. ഷൂട്ട് പൂർത്തിയാക്കിയതിനു ശേഷം സീസൺ 6 മറ്റ് മത്സരാർത്ഥികളായിരുന്ന സായി കൃഷ്ണ, നിഷാന എന്നിവർ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളുമായി കൊച്ചിയിൽ വെച്ച് കണ്ട വിശേഷങ്ങളും സിജോ പങ്കുവച്ചിട്ടുണ്ട്. ഇതിനിടെ ഇരുവരുടെയും കഷ്ടപ്പാടുകൾ വെറുതെ ആയില്ലെന്നാണ് വീഡിയോ കണ്ട ആരാധകർ ഒന്നടങ്കം പറഞ്ഞത്. സിജോ ബിഗ് ബോസിൽ പറഞ്ഞതുപോലെ കാട്ടുതീയായെന്നാണ് ആരാധകർ അഭിപ്രായപ്പെട്ടത്. ഇരുവരുടെയും കോംബോ തകർത്തെന്നും ജാസ്മിന്റെ റൊമാൻസ് അല്ലെങ്കിലും സൂപ്പറാണെന്നുമാണ് ചിലർ കുറിച്ചത്. ചിലരാകട്ടെ ജാസ്മിനൊപ്പം ഗബ്രിയെ കാണാത്തതിലെ പരിഭവം പങ്കുവച്ചു. ഗബ്രി ആയിരുന്നിൽ കൂടുതൽ പൊളിച്ചേനെ എന്നാണ് മറ്റു കമന്റുകൾ. ചിലർ തമാശ രൂപേണ ജാസ്മിൻ ഗബ്രിയെ ചതിച്ചല്ലോ, ഗബ്രി ഇതൊന്നും കാണുന്നില്ലേ എന്നൊക്കെയുള്ള കമന്റുകൾ പങ്കിടുന്നുണ്ട്. എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീഡിയോ 2.5 മില്യൺ വ്യൂസ് ആണ് കടന്നിട്ടുള്ളത്.